വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ ഞങ്ങളെ സ്ക്വയർ ഐഡൻറ്റിറ്റീസ് അല്ലെങ്കിൽ വർഗ്ഗ സമവാക്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേജ് നമ്പർ 50 വരെയുള്ള കണക്കുകളാണ്. നമ്മൾ എല്ലാ പേജിലെയും ക്വസ്റ്റ്യൻ ആൻസറുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെയ്തിട്ടേക്കുന്ന കണക്കുകളെല്ലാം ചെയ്യുന്നുണ്ട്. പേജ് നമ്പർ 50 എക്സസൈസ് ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തിൽ ചെയ്തിട്ടേക്കുന്ന കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണേ കുഞ്ഞുങ്ങളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് തുകയും വ്യത്യാസത്തിൻ്റെയും നമ്മൾ ഇതുവരെ ചെയ്തത് തുക എന്ന് വെച്ചാൽ കൂട്ടാനും കുറയ്ക്കാനും ഉള്ളത് എങ്ങനായിരുന്നു അല്ലേ? ഇപ്പം a+b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a² + 2ab+b² ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി ഇത് തുക അല്ലെ, സമ്മ അല്ലെങ്കിൽ തുക അല്ലേ, സമ്മ അല്ലെങ്കിൽ തുക. ഇനി ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം a-b² അല്ലേ, a² - 2ab+b² അല്ലേ, ഡിഫറൻസ്. അതായത് നമ്മൾ രണ്ട് ഐഡൻറ്റിറ്റി, ഡിഫറൻസ് അല്ലെങ്കിൽ നിങ്ങളെ വ്യത്യാസം കേട്ടോ. ഇത് രണ്ടും ഒന്ന് അറിഞ്ഞിരിക്കണേ. ഈ രണ്ട് ഐഡൻറ്റിറ്റി വെച്ച് നമ്മൾ ഇതുവരെയുള്ള കണക്കുകൾ ചെയ്തു. ഇനി ടെസ്റ്റിൽ നോക്കണേ നിങ്ങളെ, ഈ തുകയുടെയും വ്യത്യാസത്തിൻ്റെയും വർഗ്ഗങ്ങളെക്കുറിച്ചുള്ള സമവാക്യങ്ങളിൽ നിന്ന് മറ്റു ചില സമവാക്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാവുന്ന. നല്ലപോലെ ശ്രദ്ധിക്കണം നിങ്ങളെ. നമ്മൾ ടെസ്റ്റിലെ എല്ലാ കണക്കുകളും ചെയ്താണ് പോകുന്നത്. സ്കൂളിൽ എന്തെങ്കിലും പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതെങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അല്ലേ? എങ്ങനെയാണ് ഇത് കിട്ടിയത്? ടെസ്റ്റിലെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പക്ഷേ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് കിട്ടിയത്, ഇപ്പം ഞാനിവിടെ a+b കൊടുത്തത്, നമുക്ക് എന്താണ് x+y എന്നോ x+y എന്ന് കൊടുക്കാം അല്ലേ? നോക്കൂ കുഞ്ഞുങ്ങളെ, x+y അതായത് a+b² നമ്മൾ പഠിച്ചാൽ = x² + 2x y + y² അല്ലേ? ഈ ഐഡൻറ്റിറ്റിയുടെ ഞാൻ വേരിയബിൾ ഒന്ന് മാറ്റിയിട്ടെന്നേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ x - y² ആണെങ്കിൽ ഇതിൽ ഏത് എഴുതിയാലും മതി കേട്ടോ. = x² - 2xy + y². ഇതല്ലേ കുഞ്ഞുങ്ങളെ നമുക്ക് തന്നത്. ഇനി ഇത് പറയുന്നത് എന്തോന്നറിയോ? ഈ രണ്ട് സമവാക്യങ്ങളും കൂട്ടിയാൽ എന്ത് കിട്ടുമെന്ന്. കുഞ്ഞുങ്ങളെ, ഈ രണ്ട് സമവാക്യങ്ങളും, അതായത് x+y² x - y² കൂടെ കൂട്ടിയാൽ, നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം കുഞ്ഞുങ്ങളെ ഇതുവരെയുള്ളത്, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ, അതായത് ഇതിൻ്റെ സമ്മ് കേട്ടോ, സമ്മാണ്, മീൻസ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ശ്രദ്ധിച്ചിരുന്നോളെ കുഞ്ഞുങ്ങളെ കേട്ടോ, തെറ്റിക്കല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെ തങ്ങളിലാണ് കൂട്ടേണ്ടത്? നമുക്ക് എന്തൊക്കെ കൂട്ടാനാണ് പറഞ്ഞത്? x+y² പിന്നെ x - y² കൂടി കൂട്ടാനാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ? ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് നോക്കിയാൽ x² x²ൻ്റെ കൂടെ ഒരു x² കൂടെ കൂട്ടിയാൽ 2x² ആണ്. അതൊക്കെ അറിയണേ കേട്ടോ. x²ൻ്റെ കൂടെ x² x² ആയപ്പോൾ 2x² കേട്ടോ. പ്ലസ്, ഈ പ്ലസ് ആണോ മൈനസ് ആണോ വരുന്നതെന്ന് നോക്കിയിട്ട് വേണം കേട്ടോ. നോക്കി കുഞ്ഞുങ്ങളെ, +2xy +2xy എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് ഇത്രയല്ലേ ഇനി നമുക്ക് ചെയ്യേണ്ടത്. ആദ്യമേ x² x² കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 2x² കിട്ടി. ഇനി നോക്കിയേ, +2xy -2xy. ഇവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോലെ കുഞ്ഞുങ്ങളെ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരേ സംഖ്യകൾ തന്നെ ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യണം? അവിടെ കുറയ്ക്കുക ചെയ്യേണ്ട കേട്ടോ. ഒരേ സംഖ്യകൾ തന്നെ ഡിഫറൻറ്റ് സൈൻ, ഇപ്പോൾ 2xy അങ്ങ് പോട്ടെ, ഇപ്പോൾ ഇവിടെ +2 +2 -2 ഇല്ലേ? ഇവിടെ വേരിയബിളിനെ അങ്ങ് എടുത്ത് കളഞ്ഞാൽ തന്നെ നോക്കിയേ, ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യണം? കുറയ്ക്കണം. നമ്മൾ കുറേ പഠിച്ചതാണ്. ഇവിടെ നോക്കിക്കേ, +2 -2 കേട്ടോ. +2ൽ നിന്ന് -2 പോയാൽ 0. നിങ്ങൾ ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണം. ഒരേ സംഖ്യകൾ തന്നെ ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കണം. അപ്പോൾ ഇവിടെ നിങ്ങളെ വരുന്നത്? ഇവിടെ 0 ആണ് വരുന്നത്. അവിടെ എഴുതേണ്ട കാര്യമില്ല കേട്ടോ. 0. ഇനി നോക്കിയേ, ഇവിടെ പ്ലസ്, രണ്ടും ഒരേ സൈൻ ആയതുകൊണ്ട് പ്ലസ് y² y² ആകുമ്പോൾ എത്ര വരുന്നത്? y². ഇവിടെ നമ്മൾ x² x² ആയപ്പോൾ 2x². ഇതൊക്കെ കാണാതെങ്കിലും പഠിച്ചു വെച്ചേക്കണേ. x² x² കൂട്ടിയപ്പം 2x² ആണ്. y² y² കൂട്ടിയപ്പം 2y² ആണ്. 2y².
മനസ്സിലായോ? അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്താ, ഇവിടെ 0 വരുന്നത് അല്ലേ, നമുക്ക് അത് എഴുതേണ്ട കാര്യമില്ല, 0 വരുന്നത്. അപ്പോൾ ഇത്ര എന്താ, ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത് അല്ലേ. ഇനി ഇങ്ങനെ നമുക്ക് എഴുതുന്നതിനെ കുറച്ചുകൂടെ ഇതായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? അതായത് നമുക്ക് കിട്ടിയ എന്താ, 2x² 2y² നമുക്ക് കിട്ടിയത് അല്ലേ. 2x² 2y² നമുക്ക് കിട്ടിയത്. ഇതിനകത്തിൽ രണ്ടിലും പ്രധാനപ്പെട്ട ആൾ ആരാണ്? 2 ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ 2നെ ഇങ്ങ് വെളിയിലിട്ടിട്ട് ബ്രാക്കറ്റിൽ x² + y² എന്ന് എഴുതാമെന്ന്. മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? അതായത് നമ്മുടെ ടെസ്റ്റിൽ ഇത് ചെയ്തിട്ടിട്ടുണ്ട്, അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. 2x² + y² എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തങ്ങളിൽ കൂട്ടുന്ന? x + y² x - y² നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ ഇത് കേട്ടോ. ഇത് നല്ലപോലെ മനസ്സിലാക്കണേ. ഇതെങ്ങനെയാണ് വന്നതെന്ന്. അതായത് x + y² x - y, ഇത് നമ്മൾ 2 ഐഡൻറ്റിറ്റി പഠിച്ചായിരുന്നു അല്ലേ. അത് രണ്ടും കൂടി കൂട്ടിയാൽ, നമ്മുടെ ടെസ്റ്റിനകത്തിലെ ഒരു ചോദ്യം, ഈ 2 ഐഡൻറ്റിറ്റിയും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുന്നത് കേട്ടോ. ഈ 2 സമവാക്യങ്ങളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്താ കുഞ്ഞുങ്ങളെ, x² y² കൂട്ടിയപ്പോൾ 2x² ആണ്. ഒരേ സംഖ്യയിൽ തന്നെ ഇനി അറിയത്തില്ലെങ്കിൽ ഇതങ്ങ് പഠിച്ചു വെച്ചേക്കണേ. ഡിഫറൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ 0 ആണ്. y² y² കൂട്ടിയപ്പം 2y² ആണ്. അപ്പം നമ്മൾ 2x² + 2y² കിട്ടി. നമ്മൾ അതിൻ്റെ രണ്ടിലും പ്രധാനപ്പെട്ടതായിട്ട് ആരാ വന്നത്? രണ്ടിടത്തും വന്നത് 2 ആയതുകൊണ്ട് 2നെ വെളിയിലിട്ടിട്ട് ബാക്കിയുള്ള x²നെയും y²നെയും ബ്രാക്കറ്റിനകത്ത് കയറ്റി. അപ്പം 2x² y² എന്ന് പറയുന്നതിനെ നമ്മൾ തിരിച്ചെഴുതി, ഇതൊക്കെ ടെസ്റ്റിൽ പറഞ്ഞ രീതി പറഞ്ഞതായിട്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെ തിരിച്ചെഴുതിയാൽ, അങ്ങനെ നമ്മൾ തിരിച്ചെഴുതിയപ്പോൾ, അതായത് ഈ കിട്ടിയ തിരിച്ചെഴുതിയപ്പോൾ നമുക്ക് എങ്ങനെ എഴുതി? x + y² x - y² എന്നാണ്. മനസ്സിലായോ? ഇനി അവർ പറഞ്ഞ എങ്ങനെയാണെന്നറിയോ? ഇതിൽ x y ആയി പല എണ്ണൽ സംഖ്യകൾ എടുത്താൽ എങ്ങനെ എഴുതാം എന്നാ ചോദിച്ചേക്കുന്നത്. എന്താ നിങ്ങളെ മനസ്സിലാക്കണേ. നമുക്ക് ഇവിടെ എന്തോ കിട്ടി? 2x² + y² = x + y² x - y² എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണേ. ഇനി ഇതിന് എക്സിനും വൈക്കും നമ്മൾ ഓരോ വിലയിട്ട് കൊടുത്താൽ, ഉദാഹരണത്തിന് എക്സ് ടെസ്റ്റിൽ തന്നിട്ടുണ്ട് കേട്ടോ. എക്സ് എന്ന് പറയുന്നതിനെ 2 എന്നും വൈ എന്ന് പറയുന്നതിനെ 1 എന്നും വെച്ച് കൊടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാവുന്ന നോക്കൂ കുഞ്ഞുങ്ങളെ. 2x² + y² അല്ലേ, ഇതല്ലേ ഇത്. 2x² + y² എന്ന് പറയുന്നത് x + y² + x - y² ആണെന്ന് നല്ലപോലെ മനസ്സിലാക്കണേ കേട്ടോ. ഇതാണ് കിട്ടിയത്. ഇത് വെച്ച് നമുക്ക് എക്സിന് 2 എന്നും വൈക്ക് 1 എന്നും വില വെച്ച് നമ്മുടെ ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. എക്സിന് നമ്മൾ എന്ത് എടുക്കണം കുഞ്ഞുങ്ങളെ? 2 എന്ന് കൊടുക്കുക. നോക്കിക്കേ, ഇവിടെ ഓൾറെഡി എന്താ ഇതാണ് ചോദ്യം. എന്താ 2xന് നമുക്ക് 2 എന്നും കൊടുക്കാം, 2ൻ്റെ സ്ക്വയർ + വൈക്ക് 1ൻ്റെ സ്ക്വയർ എന്നും കൊടുക്കാം. മനസ്സിലാക്കണേ. എക്സിൻ്റെ അവിടെ 2 എന്ന് കൊടുക്കുക, വൈയുടെ അവിടെ 1 എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ വരും? എക്സിന് 2 അല്ലേ, അപ്പം 2 + y 1ൻ്റെ സ്ക്വയർ + 2 - 1ൻ്റെ സ്ക്വയർ. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് കേട്ടോ, പ്ലസ് മൈനസ്, ആ ഒരു ക്ലൂ. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ 2 + 1 3 ആണ്, 3ൻ്റെ സ്ക്വയർ + 2 - 1 1 ആണ്, 1ൻ്റെ സ്ക്വയർ അല്ലേ. 3ൻ്റെ സ്ക്വയർ എത്ര? 3 9 + 1ൻ്റെ സ്ക്വയർ 1 = 10 ആണ്. ടെസ്റ്റിനകത്തിൽ ചെയ്തിട്ടേക്കുന്നത് കേട്ടോ. ഈ 10 എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? 3ൻ്റെ സ്ക്വയർ + 1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര ഒന്ന് 10. മനസ്സിലായോ? 10 കിട്ടിയെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്ത ഏതാ? 3ഉം 2ഉം വെച്ചും കൊടുക്കാൻ. എക്സിന് എത്ര നിങ്ങളെ? എക്സിന് 3ഉം വൈക്ക് ഇത് ടെസ്റ്റിൽ തന്നെയാണ് 2ഉം കൊടുക്കാൻ. നോക്കാം, നമുക്ക് 2 എക്സിൻ്റെ അവിടെ 3 വൈക്ക് 2, അതായത് എക്സും വൈക്കും ഈ വില വെച്ച് കൊടുക്കാൻ = എത്രയൊക്കെയാണ് നിങ്ങളെ? 3 + 2 അതിൻ്റെ സ്ക്വയർ പ്ലസ്, അപ്പോൾ ഇവിടെ 3 + 2 ആണെങ്കിൽ ഇവിടെ 3 - 2ൻ്റെ സ്ക്വയർ. ഇത് ആദ്യം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് വേണം, കുറേ ചെയ്യുമ്പോൾ അങ്ങ് മനസ്സിലാവും നിങ്ങൾ. നമ്മൾ ആദ്യം എല്ലാം ഇങ്ങനെയല്ലായിരുന്നോ പഠിച്ചേ കേട്ടോ.
ഇതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് നല്ലപോലെ അഥവാ മനസ്സിലായാലും ഒന്നുകൂടെ ഒന്ന് ബാക്കടിച്ച് വരണേ കേട്ടോ. നമ്മൾ ചാടി കയറി അങ്ങ് എഴുതി വെക്കല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ 3ഉം 2ഉം എത്ര കുഞ്ഞുങ്ങളെ 5, 5ൻ്റെ സ്ക്വയർ പ്ലസ് 3ൽ നിന്ന് 2 പോയാൽ 1, 1ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ എത്ര കുഞ്ഞുങ്ങളെ 25 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 ആണ് ഈസിക്കൽ ടു 26. ഇങ്ങനെ കുറേ കണക്ക് നമ്മുടെ ടെസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും നോക്കണേ കുഞ്ഞുങ്ങളെ. ഈ മോഡലിൽ നമുക്ക് എത്ര ഇപ്പോൾ എക്സിന് 5 ആണെങ്കിൽ 5ൻ്റെ സ്ക്വയർ, വൈക്ക് 2 ആണെങ്കിൽ 2 അങ്ങനെ വെച്ചിട്ട് ചെയ്യണമെന്ന് മനസ്സിലായോ? നമുക്ക് അടുത്തത് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ കൂട്ടാനുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. എന്താ നിങ്ങളെ ഓരോന്നും മനസ്സിലാക്കണേ. സമവാക്യം അല്ലെ ഐഡൻറ്റിറ്റി നമ്മൾ കൂട്ടുന്നത് എങ്ങനെയാണെന്നാ. ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്തെ പേജ് നമ്പർ 51 ഇത് കുറച്ചാൽ കേട്ടോ, കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അത്ര ഓക്കെ ആണോ നിങ്ങളെ? കുറയ്ക്കാനൊക്കെ നമുക്കിനി വ്യത്യാസത്തിലോട്ട് കയറാം കേട്ടോ. ചോദ്യം അറിയണേ വ്യത്യാസം. പേജ് നമ്പർ ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന കേട്ടോ 51ാമത്തെ പേജിൽ നമ്മൾ ഇനി ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ തന്ന 2 ഡിഫറൻസ് എന്ന് വെച്ചാൽ വ്യത്യാസം. ഇപ്പം ചെയ്തത് നമ്മൾ 2 ഐഡൻറ്റിറ്റി അല്ലെ 2 സമവാക്യങ്ങളുടെ കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അടുത്ത നമ്മൾ കുറയ്ക്കാൻ പോവുക. ഐഡൻറ്റിറ്റി ഏതൊക്കെയായിരുന്നു? എക്സ് പ്ലസ് വൈ സ്ക്വയർ ഈസിക്കൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണ് അല്ലേ. എ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇനി അതിൻ്റെ നേരെ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഓക്കെയാണോ? ഇതിനെ എന്തോ ചെയ്യാനാ? കുറയ്ക്കാൻ. ഡിഫറൻസ്. മുമ്പലത്തെ എന്തോ ചെയ്തു? കൂട്ടാൻ. ഇപ്പോഴത്തെ കുറയ്ക്കാൻ കേട്ടോ. അഡീഷനും സബ്ട്രാക്ഷനും കൂട്ടുമ്പോൾ നമുക്ക് എത്ര എന്നത് 2 കൂട്ടിയപ്പോൾ എത്ര നിങ്ങൾ കിട്ടിയത് മറക്കല്ലേ? എത്ര 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ. അപ്പം നമ്മൾക്ക് ഈ ആൻസർ കിട്ടിയല്ലേ? ഇതായിരുന്നു കിട്ടിയത് കൂട്ടിയപ്പോൾ കിട്ടിയത് കേട്ടോ. നല്ലപോലെ അറിയണേ കൂട്ടിയപ്പോൾ. ഇനി നമ്മൾ കുറയ്ക്കാൻ പോവുകയാണ്. കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നല്ലപോലെ നോക്കിയോ നിങ്ങളെ. ഇവിടെ ഏതൊക്കെ തങ്ങളിലാണ് കുറയ്ക്കേണ്ടത്? അപ്പോൾ ആദ്യമേ നമ്മളത് എഴുതണം. എക്സ് പ്ലസ് വൈ സ്ക്വയറിനെ എക്സ് മൈനസ് വൈ സ്ക്വയർ കുറയ്ക്കണം. നോക്കിക്കേ, കുറയ്ക്കുമ്പം എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് സ്ക്വയർ പോയാൽ എത്ര നിങ്ങളെ? കുറയ്ക്കുവാണേ കേട്ടോ. എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് സ്ക്വയർ പോയാൽ എത്ര? 0 ആണ് കേട്ടോ. 0 എഴുതേണ്ട കാര്യമില്ല. ഈ എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് സ്ക്വയർ അങ്ങ് പോയാൽ 0. ഇവിടെ നോക്കിക്കേ, ഇത് നല്ലപോലെ നോക്കണം നിങ്ങളെ. ഇവിടെ മുമ്പ് നമ്മൾ എന്തോ ചെയ്തായിരുന്നു? കൂട്ടിയതായിരുന്നു അല്ലേ? എന്ന് വെച്ചാൽ പ്ലസ് 2xy പ്ലസ് മൈനസ് 2xy ആണ്. ഞാനതൊരു പേപ്പറിൽ നിങ്ങളെ കണ്ടു പ്ലസ് 2xy മൈനസ് 2xy എന്നാണ് പറയുന്നത്. ഇതല്ലേ ചെയ്യാൻ? ഈ മൈനസ് 2xyയെ അതുപോലെ തന്നെ എഴുതുക. മൈനസ് ഈ ബ്രാക്കറ്റിൻ്റെ അർത്ഥം എന്താ നിങ്ങളെ? ഇൻറ്റു എന്നാണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ് കേട്ടോ. പ്ലസ് 2xy. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ നിങ്ങളെ? ഉണ്ടോ? ഇവിടെ പ്ലസ് ആട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടോ? പ്ലസ് 2xy ഇതാണ്. പ്ലസ് 2xy മൈനസ് 2xy. സംശയം ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താ ഇവിടെ പ്ലസ് 2xy. ഈ പ്ലസ് 2xyയെ അതുപോലെ അങ്ങ് എഴുതുക. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് എടുത്ത് പറയുന്നത്. മൈനസ് ഈ ബ്രാക്കറ്റിൻ്റെ അർത്ഥം എന്താ? എന്തിനാണ് ഈ ബ്രാക്കറ്റ് ഇടുന്നതെന്നറിയോ? കണ്ടോ? മൈനസ് വന്നോണ്ട് കേട്ടോ. മൈനസ് ഉള്ള സംഖ്യകളല്ലേ. ഇപ്പോൾ -7 എന്ന് പറയുമെങ്കിൽ നമ്മളിങ്ങനെ ബ്രാക്കറ്റ് ഇട്ടായിരുന്നത്. -9x എന്ന് പറഞ്ഞാൽ ഈ മൈനസ് വരുന്നതിനെല്ലാം നമ്മൾ ഈ ബ്രാക്കറ്റിൽ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ? മൈനസ് 2xy എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റിന് ഇൻറ്റു മൈനസ് പ്ലസ് ആണ് പ്ലസ് 2xy കേട്ടോ. അപ്പം 2xy പ്ലസ് 2xy എത്ര നിങ്ങളെ? 4xy ആണ്. ഇതെല്ലാം നല്ലപോലെ അറിയണം കേട്ടോ. 4xy വന്നതിന് സംശയം ഉണ്ടോ? 4xy. ഇനി നോക്കിക്കേ, പ്ലസ് വൈ സ്ക്വയർ മൈനസ് പ്ലസ് വൈ സ്ക്വയർ. വൈ സ്ക്വയറിൽ നിന്ന് വൈ സ്ക്വയർ പോയാൽ 0 ആണ്. അപ്പോൾ ഈ 0 ഒന്നും ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല. ഞാൻ ചുമ്മാ അങ്ങ് കാണിച്ചതാ കേട്ടോ. അങ്ങനെ എഴുതരുത്, അത് തെറ്റാ. നമുക്ക് എന്താ വേണ്ടുന്ന മാത്രം എഴുതിയാൽ മതി. വൈ സ്ക്വയറിൽ നിന്ന് വൈ സ്ക്വയർ പോയാൽ 0 ആണ്, അവിടെ എഴുതണ്ട. എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് സ്ക്വയർ പോയാലും 0 ആണ്, അവിടെ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ആരാ വന്നത്? 4xy എന്ന് മാത്രമേ അവിടെ വരത്തുള്ളൂ
കേട്ടോ. ഓർത്തോണേ നിങ്ങൾ കേട്ടോ. കുറയ്ക്കാനുള്ളതാണ്. മുമ്പ് നമുക്ക് എന്താ കൂട്ടിയപ്പോൾ നമുക്ക് ഈ സെയിം ഇക്വേഷൻ തന്നെ കൂട്ടിയപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് കേട്ടോ. ഇങ്ങനെയാണ് കിട്ടിയത്. ഇത് കുറച്ചപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? ഇങ്ങനെയായിട്ട്. അത് രണ്ടും നല്ലതുപോലെ അറിയണേ. കുറയ്ക്കുമ്പോഴും കൂട്ടുമ്പോഴും എന്താ വരുന്നത്. അപ്പോൾ നമ്മളിതിനെ മാറ്റി എഴുതുമ്പം 4xy എന്ന് പറഞ്ഞാൽ എന്താ എക്സ് പ്ലസ് വൈൻ്റെ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈൻ്റെ സ്ക്വയറാണ്. കണ്ടോ, മുമ്പ് എഴുതിയതും ഇപ്പോൾ എഴുതിയതും. ഇതിനു വേണ്ടി ഞാനൊരു ലിങ്ക് അങ്ങ് ഇട്ടതാവും നിങ്ങളെ. കാരണം ആ രണ്ട് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ രണ്ട് സമവാക്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരേ എന്താ ഇത് തന്നെ അല്ലേ, സൈൻ മാറ്റമേ ഉള്ളൂ. അങ്ങനെ സൈൻ മാറ്റം അതായത് മൈനസും പ്ലസും വന്നതിൻ്റെ വ്യത്യാസം അല്ലേ, അങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ഇനി നമ്മുടെ ടെസ്റ്റിൽ അവർ ചോദിച്ചിട്ടുണ്ട്, എന്താണെന്നറിയോ, ടെസ്റ്റിലെ ചോദ്യമാണ് നിങ്ങളെ, ഈ എക്സിനും വൈക്കും നമ്മൾ എന്താ മുമ്പ് നമ്മൾ ഇട്ട് കൊടുത്തില്ലേ, ഇവിടെ നമ്മളെന്താ ഇങ്ങനെ വന്നതിന് എക്സിനും വൈക്കും വില ഇട്ട് കൊടുത്തില്ലേ, അതുപോലെ ഇതിനും എക്സിനും വൈക്കും ഇട്ട് കൊടുക്കാൻ. നോക്കൂ നിങ്ങൾ, ഇവിടെ 4xy അല്ലേ, അവർ പറയുന്നുണ്ട് എന്താണെന്നറിയോ, ഇതിൽ വൈ നട ഇതിൽ വൈ ആയി 1 എടുത്താൽ എങ്ങനെയാവും? വൈയെ നമ്മൾ 1 അങ്ങ് എടുക്കുക കേട്ടോ. അപ്പോൾ അത് എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, വൈയെ 1 അങ്ങ് എടുക്കുക. നമുക്ക് അത് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. നോക്കൂ നിങ്ങൾ, ഇവിടെ എക്സിനെ x = 2 y = 1 എടുക്കാം അല്ലേ. അപ്പം 4 × എക്സിനെ 2 × 1 അങ്ങ് എഴുതിക്കുക. കാരണം വൈനെ 1 പറഞ്ഞായിരുന്നു അല്ലേ. = നോക്കാം, എക്സ് പ്ലസ് വൈ. എക്സ് എത്ര? 2. 2 പ്ലസ് വൈ എത്ര നിങ്ങളെ? 1 അല്ലേ. അതിൻ്റെ സ്ക്വയർ മൈനസ് ഇവിടോ 2 മൈനസ് 1ൻ്റെ സ്ക്വയർ = 2 1 3ൻ്റെ സ്ക്വയർ മൈനസ് 2ൽ നിന്ന് പോയ 1ൻ്റെ സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ 9, 1ൻ്റെ സ്ക്വയർ 1 = 3ൽ നിന്ന് പോയാൽ 8. ഇവിടെ എത്ര വരും കുഞ്ഞുങ്ങളെ? നോക്കിയേ, 4 2 8. 8 × 1 8. അപ്പോൾ ഇവിടെ 8 ആണ്, ഇവിടെ 8 ആണ്. മനസ്സിലാവുന്നുണ്ടോ? അത് എഴുതി എന്താ, അതായത് ഇവിടെയും 8 വരും. നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് എഴുതി പോയാൽ ഇവിടെയും രണ്ടിടത്തും എന്താ RHSഉം LHSഉം എന്താ ലെഫ്റ്റ് ഈ ഈക്വലിന് ഇപ്പുറവും 8 വരും, അപ്പുറവും 8 വരും. അപ്പോൾ 8 ആണ് ഇവിടുത്തെ ആൻസർ. മനസ്സിലാകുന്നുണ്ടോ? ഇത്ര 8 കേട്ടോ. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. ഇവർ പറഞ്ഞേക്കുന്നത് എക്സിന് എന്താ 3 വൈക്ക് 1 കൊടുക്കാൻ. സെയിം ഇത് തന്നെ നോക്കിയേ, 4xy = എക്സ് പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ സ്ക്വയർ. നോക്കിയേ, 4 × 3 × 1. ഇവിടെ 3 അല്ലേ, 3 + 1 അതിൻ്റെ സ്ക്വയർ മൈനസ് 3 - 1ൻ്റെ സ്ക്വയർ. 4 3 12 × 1 12 തന്നെ ഇവിടെ വരുന്നത് = 3 3 1 4ൻ്റെ സ്ക്വയർ മൈനസ് 3ൽ നിന്ന് 1 പോയാൽ 2 2ൻ്റെ സ്ക്വയർ = 4ൻ്റെ സ്ക്വയർ 4 16 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്. 16ൽ നിന്ന് 4 വല്ല എത്ര കുഞ്ഞുങ്ങളെ? 12 ആണല്ലേ. ഇവിടെ എന്താ 12. നോക്കിയേ, ഇവിടെയും 12, ഇവിടെയും 12. മനസ്സിലായോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ അതിനകത്ത് തന്നിട്ടുണ്ട്. അതായത് 4 മുതലുള്ള 4ൻ്റെ ഗുണിതങ്ങളും 2 പൂർണ്ണ, ഇവിടെ പറഞ്ഞെന്താണല്ലോ, ഏത് 2 പൂർണ്ണവർഗ്ഗങ്ങളുടെ തുക എടുത്താലും, നമ്മളിവിടെ പറഞ്ഞ രീതി അനുസരിച്ച് ഏത് 2 പൂർണ്ണവർഗ്ഗങ്ങളുടെ തുക എടുത്താലും, തുക എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂട്ടിയാലും കേട്ടോ, എന്താ തുക എടുത്ത് അതിൻ്റെ 2 മടങ്ങിനെയും മറ്റു 2 പൂർണ്ണവർഗ്ഗങ്ങളുടെ, പൂർണ്ണവർഗ്ഗം എന്ന് വെച്ചാൽ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ തുകയായിട്ട് എഴുതാം എന്നാണ് പറഞ്ഞത്. ഏത് 2 പൂർണ്ണവർഗ്ഗങ്ങളുടെ തുക എടുത്താലും, ഈ പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ആ ഒരു സെൻറ്റൻസ് നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. ഏത് 2 പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് വെച്ചാൽ പെർഫെക്റ്റ് സ്ക്വയറുടെ തുക എടുത്താലും അതിൻ്റെ 2 മടങ്ങിനെയും കേട്ടോ മറ്റു 2 പൂർണ്ണവർഗ്ഗങ്ങളുടെ തുകയായിട്ട് എഴുതാം. അതായിപ്പം നമ്മൾ ഇപ്പം ഈ കണക്കിനകത്തിൽ പറഞ്ഞത്. അതെങ്ങനെ കിട്ടുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ കുറയ്ക്കുന്നത് കേട്ടോ. എന്താ ഇവിടെ പറഞ്ഞ ഈ പറഞ്ഞ രീതിയിൽ ബാക്കി നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂട്ടുന്നതും കുറയ്ക്കുന്നതും എങ്ങനെയാ എന്നൊന്ന് അറിയുക
കേട്ടോ കുഞ്ഞുങ്ങളെ. കൂട്ടിയാൽ നമുക്ക് എത്ര വരുന്നത്, അതായത് x+y² x-y കൂടെ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2x² + y² എന്നാണ് കേട്ടോ. കുറയ്ക്കുമ്പോൾ നമുക്ക് 4xy എന്നാണ് കിട്ടുന്നതെന്നും നല്ലതുപോലെ അറിയണം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിന് ഓരോന്നിനെയും വില വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്നും അറിയണം കേട്ടോ. ടെസ്റ്റിൽ അതിലെ കുറേ കണക്കുകൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. അവരിനിയും പറയുന്നത് എന്താണെന്നറിയാമോ നിങ്ങളെ, ഇപ്പോൾ ഏത് സംഖ്യ എക്സിനെയും, ഇനി നോക്കണേ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഏതൊരു സംഖ്യയെ എക്സിനെയും x+1 എന്ന് എഴുതാമല്ലോ. എന്താവും നിങ്ങളെ, എക്സിനെ നമുക്ക് x+1 എന്ന് എഴുതാമെന്ന്. ഒന്നും കൂടെ ഞാൻ പറയാം. ഇപ്പോൾ 5 ആണെങ്കിൽ നമ്മളതിനെ 5+1 എന്ന് എഴുതാമെന്ന്. മനസ്സിലായോ? 8 ആണെങ്കിൽ നമുക്കതിനെ 8+1 എന്ന് എഴുതാമല്ലോ. മനസ്സിലായോ? അങ്ങനാണെങ്കിൽ നമ്മൾ എങ്ങനെ x = ഈ പറഞ്ഞാണ് ഇങ്ങനെ എഴുതാമല്ലോ എന്ന് പറഞ്ഞപ്പം x = x+1/2² മൈനസ് നമ്മൾ ആ ഇക്വേഷൻ ഇപ്പോൾ സമവാക്യം പഠിച്ചില്ലേ, അതാ എക്സ് ഇപ്പോൾ ഇത് പ്ലസ് ആണെങ്കിൽ ഇവിടെ -1 അല്ലേ /2² ഇതൊന്ന് അറിഞ്ഞിരിക്കണേ നിങ്ങൾ കേട്ടോ. ഇതിനകത്തിൽ ഓരോ ഇതും പറയുന്നുണ്ട്, അതുകൊണ്ട് അങ്ങ് പറഞ്ഞാൽ ചെയ്തിട്ടേക്കുന്നതാണ്. എക്സ് എന്ന് പറയുന്നതിന് x+1, അതായത് 5 എന്ന് പറഞ്ഞാൽ 5 + 1, 8 എന്ന് വെച്ചാൽ 8 + 1 എന്ന് എഴുതാം. അപ്പോൾ എക്സ് എന്ന് വെച്ചാൽ x+1/2² മൈനസ് x-1. ഇത് പ്ലസ് ആണെങ്കിൽ ഇത് -² മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അവർ പറയാം 11 എന്ന് പറയുന്നതിനെ നമുക്ക് ഈ രീതിയിൽ എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? 11നെ നമുക്ക് ഈ രീതിയിൽ എങ്ങനെ എഴുതാം? 11 + 1/2² അല്ലേ, മൈനസ് പിന്നെ എക്സ് എന്ന് പറയുന്നത് 11 -1/2² അല്ലേ. 11 1 12 12/2 2ൻ്റെ ഹോൾ² മൈനസ് 10 10/2ൻ്റെ ഹോൾ² അല്ലേ. 12/2 എന്ന് വെച്ചാൽ എത്ര നിങ്ങളെ? 6 ആണ്. 6ൻ്റെ സ്ക്വയറ് മൈനസ് 10/2 എത്രയാണ്? 5. 5ൻ്റെ സ്ക്വയറ്. 6ൻ്റെ സ്ക്വയർ എത്രയാണ്? 36 ആണ്. 5ൻ്റെ സ്ക്വയറ് 25 ആണ് അല്ലേ. അപ്പം 36 ൽ 25 പോയാൽ 11. ഈ ചോദ്യം തന്നെ അല്ലേ ഈ വന്നത്? മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ ടെസ്റ്റിൽ കണക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കണക്ക് ചെയ്തിട്ടതൊക്കെ എങ്ങനെയാണ്, നമ്മൾ എക്സർസൈസ് അല്ല ചെയ്തത്, ഈ കണക്ക് ചെയ്തിട്ടിരിക്കുന്നതൊക്കെ എങ്ങനെ കിട്ടി എന്നൊന്നറിയാൻ വേണ്ടിയാണ് നിങ്ങളെ ഇട്ടത്. അതിനകത്തിൽ ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരെണ്ണം കൂടെ ഉണ്ട് നിങ്ങളെ, അതും കൂടെ നോക്കാം. ഇപ്പം 135 നമുക്ക് ഇന്നത്തെ എക്സർസൈസ് ചെയ്യാം കേട്ടോ. 135 × 65 എന്നൊരു ചോദ്യം തന്നാൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതുമെന്ന് അല്ലേ. ഇതിൻ്റെ തുകയുടെയും വ്യത്യാസത്തിൻ്റെയും പകുതി കണക്കാക്കിയാൽ നമുക്ക് കിട്ടുമെന്ന്. ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഓരോന്നും നോക്കണേ. ഇതിൻ്റെ തുക എന്ന് വെച്ചാൽ സമ്മും ഡിഫറൻസും, തുകയും വ്യത്യാസവും. ഇംഗ്ലീഷും മലയാളവും ശ്രദ്ധിച്ചോണേ കുഞ്ഞുങ്ങളെ. ഇങ്ങനൊരു ചോദ്യം നമുക്ക് തരിക. ഇവിടെ തുകയുടെയും വ്യത്യാസത്തിൻ്റെയും പകുതി കണക്കാക്കിയാൽ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. 135 പ്ലസ് കേട്ടോ +65/2 എന്ന് വെച്ചാൽ 135ഉം 65ഉം കൂടെ കൂട്ടണം നിങ്ങൾ. 135ഉം 65ഉം കൂടി കൂട്ടണം. എത്രയാ? 135ഉം 65ഉം കൂടെ കൂട്ടിയാൽ 5 5 10, 6 4 10, 200. 200/2 = 100. ആദ്യത്തെ 100 കിട്ടി. പിന്നെ എത്ര നിങ്ങളെ? പിന്നെ അവരെത്ര പറഞ്ഞു? ഇതിനെ തന്നെ 135 മൈനസ് 65/2. 135 ൽ 65 പോയാലോ? 135 ൽ 65, 5 ൽ 5 പോയാൽ 0, 6ഉം 7ഉം 13, 70 അല്ലേ. 70/2 = 35. അപ്പോൾ നമുക്ക് 2 ആൻസർ കിട്ടി അല്ലേ. പ്ലസ് ചെയ്തപ്പോഴും മൈനസ് ചെയ്തപ്പോഴും ഓരോ ആൻസർ കിട്ടി. അവർ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഇനി ഇത് നല്ലപോലെ നോക്കണേ. ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന കണക്ക് എങ്ങനെ കിട്ടിയെന്നാ കേട്ടോ. സമ്മ് ഡിഫറൻസ് എന്ന് വെച്ചാൽ തുകയും വ്യത്യാസവും. ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു? തുകയും
വ്യത്യാസവും. 100 കിട്ടി 35 കിട്ടി. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതും? 135 ഇൻറ്റു 65 ഈസിക്കൽ ടു 100ൻ്റെ സ്ക്വയറ് മൈനസ് 35ൻ്റെ സ്ക്വയർ എന്ന് എഴുതാവുന്നത്. 100ൻ്റെ സ്ക്വയർ എത്ര നിങ്ങളെ? 100 എത്ര പൂജ്യം ഉണ്ട്? അത് കഴിഞ്ഞ് 2 എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാ, കഴിഞ്ഞ ലിങ്കിൽ ഇട്ടതാ അല്ലേ. 35ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 35 ഇൻറ്റു 35 1225 കേട്ടോ. 10,000 നിന്ന് 1225 പോയാൽ 8775 കിട്ടുമെന്ന് കേട്ടോ. ഇത് നമ്മുടെ ടെസ്റ്റിൽ കണക്ക് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. അത് എങ്ങനെയാണ് കിട്ടിയെന്നുള്ള ആ ഡൗട്ട് മാറി. ഇനി നമുക്ക് അടുത്ത ലിങ്കിൽ ഇതിൻ്റെ എക്സർസൈസ് ചെയ്യാം കേട്ടോ നിങ്ങളെ. നല്ലപോലെ ഇത് മനസ്സിലാക്കണേ. എന്ന് വെച്ചാൽ സമ്മും ഡിഫറൻസും നോക്കിയാൽ കൂട്ടിയപ്പോൾ നമുക്ക് 100 മൈനസ് ചെയ്തപ്പോൾ 35. എന്നിട്ട് ഇതിൻ്റെ എന്ത് ചെയ്യണം? സ്ക്വയർ. ഇതിൻ്റെ സ്ക്വയർ കണ്ടപ്പോൾ എത്ര കിട്ടി? 100ൻ്റെ സ്ക്വയർ 10,000, 35ൻ്റെ സ്ക്വയർ 1225. അതിന് മൈനസ് ആണ്, കുറച്ചപ്പം 8775 കിട്ടി കേട്ടോ. നമുക്കിനി അടുത്ത എക്സർസൈസ് ചെയ്യുമ്പം അന്നേരം കുറച്ചുകൂടെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയാം നിങ്ങൾ കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.